Hello. May I know your good name? Smita. Nice name. What do you teach here? പുതിയ സാർ വന്ന വഴി എന്റെ നെഞ്ചിലേക്കാണല്ലോ. History of literature. Modern history. Yes. ഹലോ. ഓ നെക്സ്റ്റ് അവറിന് ക്ലാസ് ഉണ്ടല്ലേ? ഇന്ന് ക്ലാസ് നടക്കും തോന്നുന്നില്ല. പിള്ളേരാകെ അടഞ്ഞിരിക്കുക. ഉള്ളവരെ പരിചയപ്പെടാൻ ബാക്കിയുള്ളവരൊക്കെ വരുമ്പോൾ കാണാം. പുതിയ സാറിനെ പരിചയപ്പെട്ടല്ലോ. ആളിത്തിരി പെശകാണ്, സൂക്ഷിച്ചോണം. ഒന്ന് പോ സാറേ. ഹീസ് എ ജെന്റിൽമാൻ. ജെന്റിൽമാൻ. സഹ അധ്യാപകനെ കുത്തിയ കേസിലെ പ്രതിയാ. എന്തിനാ സാർ കുത്തിയത്? ഒരു സ്റ്റുഡന്റിനെ പീഡിപ്പിച്ചത്. ആ കേസ് വെറുതെ വിട്ടു. നോ എവിഡൻസ്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. I am Edward Livingston. You are no English professor. എന്ത് ലിവിങ്സ്റ്റൺ? Edward Livingston. കണ്ടിട്ട് തേവള്ളി പറമ്പ് ജോസഫ് അലക്സിനെ പോലെ ഉണ്ടല്ലോ. Silence. 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 ഓ പിന്നെ ഞങ്ങളങ്ങ് പേടിച്ചു. എന്താ മോന്റെ പേര്? റോഷൻ. റോഷൻ ചെറിയാൻ. മോനെ ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്, കളി കാണാനും. ശരിക്കും കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. ഈ വക എല്ലാ കളിയും പഠിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ നീ കളി പഠിപ്പിക്കാൻ വരല്ലേ, മനസ്സിലായോ? മനസ്സിലാടാം. സർക്കാർ കോളേജ് ആയതുകൊണ്ടും ഫീസ് കൊടുക്കാത്തതുകൊണ്ടും ഇവിടെ എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് ആരും മനക്കോട്ട കെട്ടണ്ട. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മാതാപിതാക്കളുടെ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് കൂടിയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിക്കാം എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒറ്റ ഒരുത്തനെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകില്ല. സിറാം. Welcome to the world of English language and literature. Since this is your first class, let's discuss about the origin of English language. Which was the language prevalent in England before 600 AD? Any one of you can give me an answer. The language spoken in English territory before 500 AD was called Celtic. ഈ കോളേജിലെ ഏറ്റവും വലിയ അലമ്പന്മാരുടെ ക്ലാസ്സാ ഇന്ന് നിശബ്ദമായത്. ആർട്സ് ഗ്രൂപ്പിൽ ഇടിവെട്ട് പ്രൊഫസർ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സംസാരം ഉണ്ട് കുട്ടികളുടെ ഇടയിൽ. HOD ചെറിയാൻ സാറാണെങ്കിലും മാഷാണ് ഇപ്പോൾ ഞങ്ങളുടെ ലീഡർ. പടയാളികളിൽ കുഴപ്പക്കാരായവരെ വീര്യം പകർന്നു കൊടുത്ത് മുൻനിരയിൽ നിർത്തുന്ന ഒരു രീതി പണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്നു. ശത്രുക്കൾ ആദ്യം കൊയ്യുന്നത് അവരുടെ തലയായിരിക്കും. സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ വാർഡന്റെ ചാർജ് സാറിനാണല്ലോ, അപ്പോൾ ഒരു റൂം അലോട്ട് ചെയ്തിരുന്നെങ്കിൽ. എപ്പോഴേ അനുവദിച്ച് കഴിഞ്ഞു. താങ്ക് യു സാർ. സാരി നന്നായിട്ടുണ്ട്. സാരിയുടെ ഭംഗി അണിയുന്നവരുടെ ഭംഗിയുടെ ചേർത്താണ് കേട്ടോ. ഇതുണ്ടോ? ഐ റെസ്പെക്ട് വിമൻ. താങ്ക്സ്. മിസ്റ്റർ പ്യൂൺ. ആളിത്തിരി പഞ്ചാരല്ലേ? സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. കളിച്ചത് വിദ്യാർത്ഥികളോടാണ്. പത്രക്കാരും ചാനലുകാരും വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് ഈ കോളേജിന് മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. 627ഓളം കോളേജുകളുണ്ട് കേരളത്തിൽ. പുതുതലമുറയുടെ വോട്ടാണ് ഭരണകൂടത്തിന്റെ തലവിധി തീരുമാനിക്കുന്നത്. അപ്പൊ വേദിക വധക്കേസിലെ പ്രതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാ സാറ് പറയുന്നത്? ബുദ്ധി ഉപയോഗിക്കണം, തന്ത്രപരമായി സമീപിക്കണം. കോളേജിലെ സ്റ്റാഫിനെയും പൗരപ്രമുഖരെയും വിദ്യാർത്ഥി നേതാക്കളെയും വിളിച്ചു ചേർത്ത് ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സമവായം കാണണം, തികച്ചും സുതാര്യമായി.
ബന്ധപ്പെട്ട ക്രിമിനൽസിനെ സ്റ്റേറ്റിന് വേണ്ടി വിട്ടുതരാൻ അപേക്ഷിക്കണം. അതുവരെ ഒരു കാരണവശാലും ക്യാമ്പസിനുള്ളിൽ പോലീസ് പ്രവേശിക്കാൻ പാടില്ല. ഇറ്റ്സ് an order. സർ, ശബ്ദം കേട്ട് വന്നതാ. ശബ്ദം ഒന്ന് കുറച്ചിരുന്നേ കിടന്ന് ഉറങ്ങായിരുന്നു. താനേത് ഡിപ്പാർട്ട്മെന്റാ? ഞാൻ ഈ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റാ. തനി വന്ന്. ഓ ഇപ്പം വരാട്ടാ. എന്താ സാറേ? തനിക്ക് ഇടുക്കി ഗോൾഡിന്റെ ഏർപ്പാടുണ്ടല്ലേ? നീലച്ചടയൻ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടിയ എന്നെ മറക്കണ്ട. ചെല്ല് ചെല്ലടോ. മേ കമിൻ. വന്ന ബുദ്ധിമുട്ടായോ സാർ? ഹേയ്, എഡി ഇരിക്കൂ. കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് നമ്മൾ. എന്ത് ചെയ്യാം, ശീലമായി പോയി. രണ്ടെണ്ണേ കഴിക്കൂ. എഡി കഴിക്കൂ. പതിവില്ല. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാ. റോഷനെ കുറിച്ചാണ്. സാറൊന്നും വിചാരിക്കരുത്. ഞാനിങ്ങോട്ട് വരുന്ന വഴി അവൻ്റെ മുറി കയറിയായിരുന്നു. ആ മുറി നിറച്ച് പുകയാ. ആ പുകയ്ക്ക് നല്ല കഞ്ചാവിൻ്റെ മണമുണ്ട്. മാഷ് എന്നോട് പറഞ്ഞില്ലേ കുട്ടികൾക്ക് മാതൃകയാവേണ്ട അധ്യാപകനെ കുറിച്ച്? ഞാനും എൻ്റെ മകനും ഇതേ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. പക്ഷേ അവൻ എന്നോട് മിണ്ടാറില്ല. ഫാദർ എന്ന നിലയിൽ ഞാനൊരു തികഞ്ഞ പരാജയമാണ്. മകൻ്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനാണ്. സാർ ഡിവോഴ്സ് ചെയ്യണം? യെസ്. പരസ്ത്രീ ബന്ധമെന്നാണ് പൊതുജനത്തിൻ്റെ ധാരണ. എന്നാൽ യഥാർത്ഥ പ്രശ്നം ഈഗോ ആണ്. എൻ്റെ ഈഗോ. മകൻ്റെ പേരിൽ മർഡർ കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. വേദിക കൊല്ലപ്പെട്ട രാത്രിയിൽ അവനവൻ്റെ മമ്മിയുടെ അടുത്തായിരുന്നു. അന്നായിരുന്നു അവളുടെ ബർത്ത്ഡേ. പക്ഷേ സാഹചര്യത്തിൽ മകൾ. എനിക്കറിയാം പോലീസിൻ്റെ കൈ കിട്ടിയാൽ അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുമെന്ന്. നാളത്തെ മീറ്റിങ്ങിൽ MLAയും കമ്മീഷണറും ACP ഭവാനി ദുർഗയും മറ്റ് പൗരമുഖ്യരുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കുറ്റം വിശദീകരിച്ച് അവനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അണിയറയിൽ. ആരും എൻ്റെ മകനെ സപ്പോർട്ട് ചെയ്യില്ല. അവനെ പോലീസ് കൊണ്ടുവന്ന ആ നിമിഷം ഞാൻ ഈ കോളേജിൽ നിന്ന് രാജിവെച്ചിറങ്ങും. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന്റെ മരണത്തിൽ പോലീസിന് അതിയായ ഖേദമുണ്ട്. ആ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ പറയട്ടെ, യഥാർത്ഥ ഘാതകൻ ശിക്ഷിക്കപ്പെടണം. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണം. റോഷൻ ചെറിയാനെ വിട്ടുതരുന്നതിൽ ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. സാർ, ഞാൻ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ആളല്ല. എങ്കിലും ചോദിക്കാം, നിങ്ങൾ റിയൽ ഫൈറ്റേഴ്സിൻ്റെ മെമ്പർ ആയിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ. റോഷനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ്റെ കാര്യം മറക്കുന്നത് ശരിയാണോ? സാർ, ഒരു സംശയം കൂടി. നിരപരാധിയായ ഉണ്ണികൃഷ്ണനെ എന്തിനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്? പോലീസ് കസ്റ്റഡിയിൽ വെച്ച് സംഭവിച്ച ഉണ്ണികൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് പോലീസിന് എന്ത് എക്സ്പ്ലനേഷനാണ് തരാനുള്ളത്? നീതിക്ക് വേണ്ടി നെഞ്ചുരുകി കഴിയുന്ന ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബാലൻ മാസ്റ്റർ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ പോലീസുകാർ ആ അച്ഛൻ എന്ത് മറുപടി കൊടുക്കും? അത് ഉണ്ണികൃഷ്ണൻ വേദിക വധക്കേസിൽ പ്രതിയായിരുന്നു. മറുപടിയില്ല. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്? ഇപ്പോൾ എന്ത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റോഷൻ ചെറിയാനെ വിട്ടുതരേണ്ടത്? വിശദമായി ചോദ്യം ചെയ്താലേ സോളിഡ് എവിഡൻസുകൾ കണ്ടെത്താൻ പറ്റും. സംശയത്തിന്റെ പേരിൽ പോലീസിന് പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ആരാണ് സാറേ ഈ പലര്? റോഷൻ ചെറിയാൻ, ബിനു, ദീപൻ, ആഷിഖ്, പിന്നെ മഹേഷ് രാമൻ, ഗോകുൽദാസ്, ജിത്തു, ലാലു, സമീർ. കേട്ടില്ലേ? പോലീസിന്റെ ലിസ്റ്റിൽ റിയൽ ഫൈറ്റേഴ്സ് എന്നോ റോയൽ വാരിയേഴ്സോ എന്നുള്ള വേർതിരിവില്ല. സർ, പോലീസിന്റെ സംശയ നിവാരണത്തിന് നിങ്ങൾ പറഞ്ഞ പ്രകാരമുള്ള പട്ടികയിലെ വിദ്യാർത്ഥികളെ വിട്ടുതരണമെങ്കിൽ എൻ്റെ ചില സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു തരേണ്ടി വരും. പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടതും കൊല്ലപ്പെട്ടതും ഈ ക്യാമ്പസിൽ വെച്ചല്ല എന്നുള്ളത് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാണ്. അപ്പൊ ബോഡി ഇവിടെ കൊണ്ട് ഇട്ടതാ ആര്, എങ്ങനെ? പോലീസ് ഡോഗിന്റെ പരിശോധനയിൽ മനസ്സിലായത് ബോഡി മതിലിന് മുകളിലൂടെ വലിച്ചെറിയുകയായിരുന്നു എന്നാണ്. സാർ, ആ മതിലിന്റെ ഉയരം എത്രയാണെന്നറിയോ? 7 അടി. കൃത്യം 27 മീറ്റർ വടക്കോട്ട് മാറി ഈ കോളേജിലേക്ക് ഒരു ഷോർട്ട് കട്ട്. മതിലണിഞ്ഞ് വിടാം.
കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കോളേജിലേക്ക് വരാനും പോകാനും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു വഴിയുള്ളപ്പോൾ എന്തിനാണ് സർ സാഹസപ്പെട്ട് പ്രതി 7 അടി ഉയരമുള്ള മതിലൂടെ ബോഡി താഴെ കിട്ടുന്നത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കുറ്റവാളി ക്യാമ്പസിനകത്തല്ല, പുറത്താണ്. ഇത് താങ്കളുടെ മാത്രം സംശയമാണ്. ബാക്കി സാഹചര്യ തെളിവുകളെല്ലാം പ്രതികൾക്കെതിരാണ്. Sorry, sir. Without ample evidence or a court order, we cannot hand over the students. Good afternoon, ACP Bhavani. മാഡം, ഞാൻ എഡ്വേർഡ്. ഇവിടെ ക്യാമ്പസിൽ ഗുണ്ടകളുടെ വിളയാട്ടമാണ് നടക്കുന്നത്. പോലീസിന്റെ സഹായം വേണം. സോറി സർ, ക്യാമ്പസിലെ പ്രശ്നം ക്യാമ്പസിൽ തന്നെ തീർത്താൽ മതി. പോലീസ് ക്യാമ്പസിൽ കയറരുതെന്നാണ് സർക്കാർ ഉത്തരവ്. റിയൽ ഫൈറ്റേഴ്സിനെ തൊട്ടിട്ട് നീ ഒന്ന് ക്യാമ്പസ് വിട്ട് പോകാന്ന് വിചാരിക്കണ്ട. എൻ്റെ പിള്ളേരെ തൊട്ട് കളിക്കരുത്. കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും. കളി പഠിപ്പിക്കണം അവനെ.
ഞങ്ങളുടെ ഈ ക്യാമ്പസ് ഒറ്റക്കെട്ട. ഇവിടെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, സ്റ്റുഡൻസ് ഗ്രൂപ്പ്. ചങ്കൂറ്റുള്ളവരുണ്ടെങ്കിൽ വാടാ, അടിച്ചോടിക്കണം. എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. തന്നോട് പറഞ്ഞതല്ലേ ക്യാമ്പസിലെ പ്രോബ്ലം ക്യാമ്പസിൽ തന്നെ തീർക്കണമെന്ന്. ക്യാമ്പസിനകത്ത് വെച്ചുണ്ടായ പ്രശ്നം ക്യാമ്പസിനകത്ത് തന്നെ തീർത്തു മാഡം. പക്ഷെ പ്രശ്നം തീർത്തു വന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവർക്ക് ചില്ലറ കാഷ്വാലിറ്റീസ്. അതിൽ എത്ര പേർക്ക് ഗുരുതരമാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ചിലർക്ക് കൈകാലൊടിഞ്ഞവരുണ്ട്, ചിലർക്ക് സീരിയസ് ആയിട്ട് ഇഞ്ചുറി ആയിട്ടുള്ളവരുണ്ട്. കുറച്ച് ആംബുലൻസ് ഇങ്ങോട്ട് അയച്ചാൽ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, പോലീസും ആംബുലൻസും ക്യാമ്പസിന്റെ ഗേറ്റിന് പുറത്ത്. ക്യാമ്പസിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ നില ക്രിട്ടിക്കലാണ്. അപ്പൊ മാരകായുധങ്ങളുമായി ക്യാമ്പസിനകത്ത് അതിക്രമിച്ചു കിടന്ന് അവർക്കെതിരെ കേസൊന്നുമില്ല സർ. അത് പോലീസ് നോക്കിക്കോളാം, തന്നോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. സാർ, അതിന്റെ പേര് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിന്റെ മറുപടി കിട്ടാനുള്ള അവകാശം പരാതിക്കാരനില്ലേ മാഡം? വിവരാവകാശം, ഐ മീൻ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ. ക്യാമ്പസിൽ കയറിയ ഗുണ്ടകളെ അടിച്ചോടിക്കാൻ തനിക്ക് പോലീസിന്റെ അധികാരം തന്നാരാണ്? പോലീസുകാർ തന്നെ. ഇത് ഭവാനി മാഡത്തിന്റെ മൊബൈലിൽ നിന്ന് എൻ്റെ മൊബൈലിലേക്ക് വന്നൊരു വോയിസ് മെസ്സേജ്, അല്ലാതെ ഞാൻ സൃഷ്ടിച്ചതൊന്നുമല്ല സർ. ഗുഡ് ആഫ്റ്റർനൂൺ ACP ഭവാനി. ഇവിടെ ക്യാമ്പസിൽ ഗുണ്ടകളുടെ വിളയാട്ടമാണ് നടക്കുന്നത്. അവർ വിദ്യാർത്ഥികളെ തല്ലി ചതക്കുകയാണ്. പോലീസിന്റെ സഹായം വേണം. സോറി സർ, ക്യാമ്പസിലെ പ്രശ്നം ക്യാമ്പസിൽ തന്നെ തീർത്താൽ മതി. പോലീസ് ക്യാമ്പസിൽ കയറരുതെന്നാണ് സർക്കാർ ഉത്തരവ്. കേട്ടില്ലേ സർ? അനുവാദം തന്നത് ACP ഭവാനി ദുർഗ മാഡമാണ്. ക്യാമ്പസിൽ പോലീസ് കയറരുതെന്ന സർക്കാർ ഓർഡറാണ് ഞാൻ പാലിച്ചത്. പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ച തന്നെ ആ നിമിഷം ഞാൻ ലോക്കപ്പിലിടും. ഏത് വകുപ്പില് സാറേ? 100 ഗുണ്ടകളെ ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ അയൺമാനെ പോലുള്ള സൂപ്പർ ഹീറോ ഒന്നുമല്ല. സത്യത്തിൽ അന്ന് അവരെ തല്ലി ഓടിച്ചത് നമ്മുടെ കോളേജിൽ 500 പിള്ളേരാണ്. അതിന് നേതൃത്വം കൊടുത്ത താനല്ലേ? അതെ, ഞാൻ തന്നെ. പക്ഷെ അവരെ പറഞ്ഞാൽ സാറാ, അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പാർട്ടിയെ തൊട്ട് കളിച്ചാൽ തലയെ തൊപ്പി കാണുമല്ലോ അല്ലേ സാറേ? ഇതിനെല്ലാം കാരണം താനാണ്. താൻ ക്യാമ്പസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ക്രിമിനൽസ് ആണ്. എത്ര കാലം തനിക്ക് അവരെ ആ ക്യാമ്പസിനകത്ത് ഇങ്ങനെ ഒളിപ്പിക്കാൻ കഴിയും? ആര് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചു? സാറേ, ഞാനാരെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ തന്നെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത റോഷനും പിള്ളേരുവാ. മിസ്റ്റർ എഡ്വേർഡ്, യു ക്യാൻ ഗോ നൗ. താങ്ക് യു സർ. Rascal. I do respect women. Hope you'll mind your words. Like gasoline, I'm the mass machine to keep calm and focus. I'm the chosen one, I'm the chosen one. Every living store can't vote for me. I carry taste, so hold up, I'm the number one. Hello. ഹലോ മാഡം, ബുദ്ധിമുട്ടില്ലെങ്കിൽ കോറിഡോറിലേക്കൊന്ന് വരാം. Excuse me, sir. മാഡം എന്താ ഇവിടെ താഴെ? എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത് നിങ്ങളുടെ ബാലികേറാമലയിലെ പിള്ളേരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതാ എന്നെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യുന്നവർ തന്നെ. ഇതാ ഇവിടെ. പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ക്രിമിനൽസിനെ പോലും മാഡത്തിന് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. കഷ്ടം. ഓക്കെ.
Yes, ma'am. Follow him. Move fast. Move fast, overtake. Oh no! Oh shit, go turn the car! ക്യാമ്പസിൽ കയറി മുന്നേ അവരെ അറസ്റ്റ് ചെയ്തിരിക്കണം. ഒരു കാരണവശാലും അവരെ അകത്ത് കിടക്കാൻ അനുവദിക്കരുത്. Yes, ma'am. ഹലോ. ഞങ്ങൾ 10 മിനിറ്റ് മുമ്പേ കൂട്ടി കയറി. You bloody. ബ്ലഡി അല്ല, എഡ്ഡി. എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. Master of the masses, rose from the ashes. I come with style and my cigar, put my Ray-Ban glasses. ഗുഡ് മോർണിംഗ്. ഈ കമ്മിങ് സാറ്റർഡേ ആൻഡ് സൺഡേ ഞാനും കുറച്ച് സ്റ്റുഡൻസും കൂടെ സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പസിൻ്റെ പരിസരം ഒന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ അധ്യാപകർക്കും വരാം. ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഒരു ലുങ്കിയും അരബ്ലൗസും ഒക്കെ ആയി വന്ന മേഡത്തെ ഞങ്ങൾ സഹകരിപ്പിക്കും. എടോ, സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കും. ഐ റെസ്പെക്ട് വിമൻ. സ്മിത ടീച്ചറെ ഒന്ന് പുറത്തേക്ക് വരും. എന്തിനാ? ഇതെന്റെ എഡ്വേർഡ് സാറിന്റെ ഒരു കിടിലൻ കാഴ്ച ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് വാ. കുഴഞ്ഞു മറിഞ്ഞ് ചിരിക്കുന്നത് കണ്ടില്ലേ? ലവർ ആയിരിക്കാനാണ് സാധ്യത. ഇന്റിമസി കണ്ടില്ലേ? ഇത് നെഞ്ചിൽ തറച്ച ബന്ധാ, പൊട്ടില്ല. മാഡം കണ്ടു എന്ത്? സാർ ഒരു സ്ത്രീയുമായി പുറത്തുനിന്ന് ഹൃദയം കൈമാറുന്നത്. അതിന് എനിക്കാകപ്പെടെ ഒരു ഹൃദയമല്ലേ ഉള്ളൂ. ഓ വേണ്ട, ഇനി നമ്മളോടൊക്കെ ആർക്ക് താല്പര്യം കാണാൻ? താല്പര്യമുണ്ട്. സ്മിത സുവോളജി പഠിച്ചിട്ടില്ലേ? മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. അതിലൊരറ മാത്രമേ ഞാനവിടെ തുറന്നു കൊടുത്തിട്ടുള്ളൂ. ബാക്കി 3 അറകളും കാലിയാണ്. യു ആർ വെൽക്കം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാറേ, ന്യൂ അപ്പോയിൻമെന്റ് കോളേജിന്റെ റിക്വസ്റ്റ് സർക്കാർ അംഗീകരിച്ചു. 5 അപ്പോയിന്റ്മെന്റ്സ്.
2 സെക്യൂരിറ്റി, ഒരു വാച്ച്മാൻ, ഒരു പ്ലംബർ, ഒരു ഇലക്ട്രീഷ്യൻ. 2 സെക്യൂരിറ്റീസ്, ഒരു വാച്ച്മാൻ, ഒരു പ്ലംബർ, ഒരു ഇലക്ട്രീഷ്യൻ. 5 തസ്തികകളിലേക്കുള്ള നിയമനങ്ങളാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ ഭാവത്തിലും ശരീരഭാഷയിലും എന്തോ പന്തികൾ. അവരെ ഹെയർ സ്റ്റൈലുണ്ടോ? പോലീസാണ്, പോലീസ്. നമ്മളവരെ തിരിച്ചറിഞ്ഞുവെന്ന് ഒരിക്കലും അവർക്ക് മനസ്സിലാവരുത്. സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. കുറച്ച് ദിവസത്തേക്ക് പോലീസിൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരാരും ഒരു കാരണവശാലും ക്യാമ്പസ് വിട്ട് പുറത്തു പോകരുത്.